السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. حب حبي حبة في لب قلبي أنبتت حبوبها مع كل حب منه للميحال حال. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ ഉസ്താദന്മാർ, ഇവിടെ കൂടിയ മുത്താലിമീങ്ങൾ, മറ്റു നാട്ടുകാർ, ഏതൊരു മനുഷ്യനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ, ആ ജീവിതത്തെ മനസ്സിലാക്കാതെ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാതെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയാൻ സാധ്യമല്ല. കാരണം അത്തരേറെ കടപ്പാടും കൂറും കാണിക്കേണ്ടവരാണ് നാം. അതല്ലേ ഇമാം അഹ്മദ് ബിൻ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മവാഹിബുൽ ലദുന്ന എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. സെയ്ദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. മഹാനവരുടെ മയ്യത്ത് കൊണ്ടുവന്ന് വീട്ടിലങ്ങ് വെച്ചു. ഫൈദാ ബൈനൽ ഇശാഇനി, ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിലെ സമയമാണ്. വന്നിസാഹു യസ്റഖ്ന ഹൗലഹു, വീട്ടിൽ സ്ത്രീകൾ മയ്യത്തിന്റെ ചുറ്റുമിരുന്ന് കരയുന്നു. ആ കരയുന്ന സമയത്ത് ഒരു ഭാഗത്തിൽ നിന്ന് പദം കേൾക്കുന്നു, അൻസിതോ അൻസിതോ അൻസിതോ, കരയരുത്, മിണ്ടാതിരുന്നോളണം. എല്ലാവരും നോക്കുകയാണ്, എവിടെ നിന്നാണ് ഈ പദം കേൾക്കുന്നത്? ഒരാളും ഇത് പറയുന്നില്ലല്ലോ, പിന്നെ എവിടെന്നാ ഈ പദം കേൾക്കുന്നത്? അപ്പോഴാണ് സെയ്ദ് ബിൻ ഖാരിജ തങ്ങളെ കിടത്തിയ സ്ഥലത്തേക്ക് നോക്കുമ്പോ മഹാനോടെ മേൽ മൂടിയിട്ട ആ വസ്ത്രം ചലിക്കുകയാണ്. ആ മൂടിയ തുണി മെല്ലെ മേലെടുത്തു വെച്ചു. നോക്കുമ്പോൾ വാ അജബാ, എന്തൊരു അത്ഭുതമാണോ മിനിങ്ങളെ! ആ മയ്യത്തിന് മുഖത്തേക്ക് അങ്ങൊന്ന് നോക്കിയപ്പോ ആ മയ്യത്തിന്റെ ചുണ്ട് ചലിക്കുകയാണ്. മയ്യത്ത് എന്താണ് പറയുന്നത് മനസ്സിലാകുന്നില്ല. മെല്ലെ വന്നു പോയി ചെവിച്ച് കേട്ടു. മയ്യത്ത് എന്താണ് പറയുന്നത്? കേട്ടത് എന്താണെന്നറിയുമോ? അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ലോക നേതാവിനെ വിളിച്ച് സലാം പറയുകയാണ്. പണ്ഡിതന്മാർ എഴുതി വെച്ചു, എന്തേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറയാൻ കാരണം? ഹബീബായ തങ്ങൾ സെയ്ദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു വഫാത്തായെന്നറിഞ്ഞപ്പോൾ ആ മയ്യത്തിനെ സ്വീകരിക്കാൻ ലോക നേതാവ് അവിടെത്തി കഴിഞ്ഞല്ലോ. അങ്ങനെ എത്ര മഹാന്മാരാണ് ഹബീബായ തങ്ങളെ കണ്ടു വഫാത്തായത്. ഞാനും നിങ്ങളും ഹബീബായ തങ്ങളെ കാണണ്ടേ? ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരത്തിലുള്ള അത്തഹിയാത്തിൽ പോലും മുത്തു റസൂലിനെ മറക്കാൻ പറ്റുമോ? അതല്ലേ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് മാനവർകൾ ലോക നേതാവിനെ വിളിച്ച് സലാം പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ വഅലൈക്കുമുസ്സലാം എന്ന മറുപടി പറയാതെ, ആ പറയുന്ന മറുപടി കേൾക്കാതെ മാനവർകൾ അപ്പുറം നീങ്ങുന്നില്ല. അവരെല്ലാം ഹബീബായ തങ്ങൾ അങ്ങേറ്റം സ്നേഹിച്ചു പോയി. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിൽ
ഹബീബായ തങ്ങളെ ഒന്ന് നിറക്കണേ. ഹബീബായ തങ്ങളോട് ബന്ധം സ്ഥാപിക്കുന്ന ഹൃദയമാണോ, ആ ഹൃദയം തെറ്റിലെത്തൂല. അതുകൊണ്ട് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് കൽബ് ഒന്ന് നന്നാവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.